പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെർട്ടിക്കൽ ഗാർഡൻ അതെങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഇതാദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതിനാദ്യം ചുമരുമൊരു ഫ്രെയിം അടിച്ചിട്ട് അതിൽ നെറ്റ് ഒക്കെ കെട്ടിയിട്ട് ഉണ്ടാക്കുകയാണ് വേണ്ടത്. പക്ഷേ വലിയൊരു ചിലവ് കൂടിയൊരു പരിപാടി തന്നെയാണിത്. നമ്മൾ ഈ പൈപ്പ് കൊടുത്തിട്ട് അതിന് നെറ്റ്, പിന്നെ അതിനുള്ള ചെറിയ ചെറിയ ഈ ചെടികൾ നമ്മൾ വളർത്തണം. ഇതിങ്ങനെ വളർന്ന് വരണുള്ളൂ കേട്ടോ. ഇതിവിടെ ഇതിൻ്റെ ഒന്നും പേരറിയില്ല. ഇത് അങ്ങനെ ഫുള്ളായിട്ടില്ല, ഫില്ലായിട്ടില്ല. ഇനി ഇത് ഫുള്ളാക്കണം. ഓരോന്നും ഇങ്ങനെ നട്ട് വരണുള്ളൂ ഈ ഭാഗത്തൊക്കെ. പക്ഷേ ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. ഇതിൻ്റെ പേരറിയില്ല. ഇങ്ങനെ നമ്മൾ ആദ്യം ഇതിന് വലിയൊരു വളമൊന്നും വേണ്ടതിന്. എന്നാൽ എപ്പോഴും നല്ല വേണം. 2 നേരം നനച്ചില്ലെങ്കിൽ ഇതിൽ കുറഞ്ഞ മണ്ണ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഇത് പാടിപ്പോവും. ഒരു ദിവസം നമ്മൾ നോക്കിയില്ലെങ്കിൽ ഉണങ്ങിപ്പോവാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കീടങ്ങളെ ആക്രമണമാണ്. ഇപ്പോൾ വണ്ടിയിലൂടെ ഒരു തൊപ്പപ്പുഴു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്മേലും ഒരു പുഴുണ്ട്. പക്ഷേ അത് ഇതിൻ്റെ അടിയിൽ എവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ രാത്രി വന്നാലാണ് നമുക്ക് ഈ പുഴുക്കളെ കാണാനും ആയിട്ടുള്ള എടുത്ത് നശിപ്പിക്കാനും പറ്റുക. പിന്നെ ഇത് നന്നായിട്ട് വളരണം കേട്ടോ. ഇത് ഞാനൊരു പൈപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ കാണിച്ചിരുന്നു, ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പൈപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണിത്. പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ അതിൽ ചെയ്തിട്ടുള്ളത് ഈ ചെടിയാണ്. കലേറിയം എന്നാണ് എൻ്റെ തോന്നുന്ന പേര്, ശരിക്കറിയില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് വെക്കാം അതിൽ. പക്ഷേ ഇത് പെട്ടെന്ന് വാടുന്ന ഒരു ചെടിയാണ്. ഇത് കുറഞ്ഞ വെയിൽ തീരെ താങ്ങാനുള്ളൊരു ശേഷിയില്ല. അതുകൊണ്ട് അതിൽ നട്ടിട്ടില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് അതിൽ നടാട്ടോ. ഇത് നന്നായിട്ട് വളരും. ഒരു വെർട്ടിക്കൽ ഗാർഡന് പറ്റിയൊരു ചെടിയാണ് ഇവിടെ ഉള്ളത്. വെർട്ടിക്കൽ ഗാർഡൻക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പിടിച്ച് വരണുള്ളൂ. ഇതെല്ലാം അതിന് വേണ്ടിയിട്ട്, വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കൂടകളിൽ കവറിലൊക്കെ നട്ട് വെച്ചതാണ്. ഇവിടെയൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ലാക്കാനുള്ള ചെടികൾ ഞാനിവിടെ വേറെ കവറുകളിലും ചട്ടികളിലൊക്കെ നട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഇതും അതിന് വേണ്ടിയിട്ട് ചെറിയ കവറിൽ നട്ട് വെച്ചിട്ടുള്ളതാണ്. കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. കുറച്ച് ആദ്യം നട്ടതാണ്. ഇതെല്ലാം അതിന് വേണ്ടിയിട്ട് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ കവറുകളിൽ നട്ടതാണ്. അല്ലാണ്ട് പിന്നെ ഇവിടെ വേറൊരു കളറുണ്ട്. ഇവിടെ ഒരു കവറിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. ഒക്കെ അതിൽ നമുക്ക് ഫില്ലാകാനുള്ള ഇതിൽ കൂടുതൽ ചെടികൾ ഇവിടെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കവറിൽ ചെയ്തതാണ്. ഇതെല്ലാം അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വളമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഉഷാറായിട്ട് വളരും. ഇതെല്ലാം വെർട്ടിക്കൽ ഗാർഡനിന് പറ്റിയ ചെടിയാണ് കേട്ടോ. ചെറിയ കവറിൽ ഞാൻ അതിൽ സെറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇതിൽ എത്ര ചട്ടി ഈ ഒരു ചെറിയ സ്ഥലത്ത് ഫില്ലാവുമെന്ന് നമ്മൾ ആദ്യം ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിലിത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് വളരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വളർച്ച കുറയുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ മറ്റേ വേറെ ചട്ടികളിൽ ഉണ്ടാക്കിയത് നമ്മളിതിൽ വീണ്ടും വേറെ തൂക്കിയിട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ചെറിയ കവറിലാക്കിയിട്ട് ഇതിൽ ആ മണ്ണ് മാറ്റിയിട്ട് ഇതിൽ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും ഭംഗിയായിട്ട് നിൽക്കും. അല്ലാതെ ഇതിൽ തന്നെ വളവും മണ്ണും പിന്നെ നനച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് വളരില്ല, കുറഞ്ഞ മണ്ണായതുകൊണ്ട്. ഇടയ്ക്ക് പിന്നെ കട്ട് ചെയ്ത് മണ്ണൊക്കെ മാറ്റി കൊടുക്കാറ് പ്രയാസമാണ്. അതിലേറെ നല്ലത് നമ്മൾ ചെറിയൊരു കവറിൽ ഇതിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ പിന്നെ വളർച്ച മുരടിക്കുമ്പോൾ നമുക്ക് ആണെങ്കിൽ
പിന്നെ മാറ്റി കൊടുക്കുക. അപ്പോൾ എന്നും നല്ല ഭംഗിയായിട്ട് നിലനിൽക്കും. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. നമസ്കാരം.